ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് ക്ലിനിക്കലി മോണിറ്റർ ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റിന് ശരിക്കും ഒരു റിസൾട്ട്സ് കാണാൻ ഇപ്പം മറ്റേ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്സ് ഉണ്ട്, അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ എൻജൈനയുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഹൈ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ BP ബ്ലഡ് പ്രഷറുണ്ട്, അല്ലെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പൊതുവെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചാൽ അവരുടെ അസുഖം അപ്പോൾ തന്നെ മാറുന്നു എന്നുള്ളതാണ് കാര്യം. അത് മാറുന്നില്ലെങ്കിൽ പോലും അങ്ങനെയാണ് ധാരണ. അപ്പം അതേസമയം ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുന്നത് അതിങ്ങനെ കുറേ നാൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പലരും ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും റിസൾട്ട് വന്നിട്ടില്ല എന്നൊക്കെയാണ് പൊതുവെ ഉള്ള ധാരണ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പേഷ്യൻസ് ശരിക്കും എന്താണ് അറിയേണ്ടത്? ഈ സ്വയം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം പലപ്പോഴും അവർ ഇപ്പം ഇന്ന് എന്നോടൊരു പേഷ്യൻ്റ് വന്ന് പറയായിരുന്നു, അവരൊരു 2 years ബാക്ക് വന്നതാണ്. അന്ന് അവർ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് അവർക്ക് വരാൻ പറ്റിയില്ല, കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അവർ പറയുക, ഡോക്ടർ ഞാൻ ശ്രമിച്ചു, ഞാനൊരു 6-7 കിലോ ഒക്കെ കുറയ്ക്കുകയും ചെയ്തു, ഒരു കുറച്ച് ഒബേസുമാണ്, പക്ഷെ പിന്നെ എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്കും മുടി കൊഴിയാൻ തുടങ്ങി, ക്ഷീണം വരാൻ തുടങ്ങി. അപ്പം അവർ ഫുഡ് കൺട്രോൾ ചെയ്തു, പക്ഷെ ന്യൂട്രിഷൻ അവർക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രിഷൻ ഇല്ലാതെ ഉള്ള ഒരു ബേസിക്കലി നമുക്ക് വേണ്ട ന്യൂട്രിഷൻ എല്ലാം കിട്ടി, കാലറി, അതായത് കാർബോഹൈഡ്രേറ്റും ഫാറ്റിലെ തന്നെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റും മാത്രമേ കുറയാൻ പാടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കിട്ടണം. അപ്പം പലപ്പോഴും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം ഇതെല്ലാം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അത് നിർത്തിപ്പോകേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഇപ്പം ചിലരൊക്കെ ഉണ്ട് കീറ്റോ ഡയറ്റ് എടുത്ത്, കീറ്റോ ഡയറ്റൊക്കെ കറക്റ്റായിട്ടുള്ള ഡയറ്റ് അല്ലാതെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ റീനൽ സ്റ്റോൺ വരും, ഒത്തിരി പ്രോട്ടീനൊക്കെ കഴിച്ച് യൂറിക് ആസിഡൊക്കെ കൂടി അവർക്ക് കിഡ്നിയിൽ ഇതൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അത് റീനൽ സ്റ്റോൺ ആയിട്ട് മാറും. അങ്ങനെ പല പല കോംപ്ലിക്കേഷനിലേക്കും പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് മരുന്നുകൾ ഒത്തിരി കഴിക്കുന്നവർക്ക് ഇതൊന്നും പറ്റില്ല. ഹാർട്ടിനും ഡയബറ്റീസിനും BP-ക്കും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈവൻ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവർക്ക് അവർക്ക് അസിഡിറ്റി ഉണ്ടാകും. അവർക്ക് ശരിക്കും പ്രോപ്പർലി ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം അവർക്ക് ഫുഡ് ഇങ്ങനെ ഈ അസിഡിറ്റി കാരണം തന്നെ അത് വിശപ്പായിട്ടാണ് അവർക്ക് തോന്നുന്നത്.